മലയാളികൾ ഇത്രത്തോളം ആകാംക്ഷയോടെ കാത്തിരുന്ന മറ്റൊരു സിനിമയും കാര്യങ്ങളും ഉണ്ടാവില്ല. ദൃശ്യം 1ഉം 2ഉം കഴിഞ്ഞിരുന്നു. ഇപ്പോൾ 3ലേക്ക് എത്തുകയാണ്. നിർമ്മാതാവ് ശ്രീ ആന്റണി പെരുമ്പാവൂരിൽ തന്നെ ചേരുകയാണ്. വലിയ പ്രതീക്ഷയോടെ ഇത്രത്തോടെ ചേർത്ത് വെച്ചൊരു കുടുംബം മലയാളികൾ ഉണ്ടാവില്ല. ജോർജ് കുട്ടിയും കുടുംബവും. എന്താണ് ഇതിലുള്ളൊരു പ്രതീക്ഷ മൂന്നാം ഭാഗത്തിലേക്ക് വരുമ്പോൾ? അതായത് ഈ ഒരു സമയം നമുക്ക് മോഹൻലാൽ സാറിന് ഈ അംഗീകാരം കിട്ടിയെന്ന് പറയുന്നത് ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. മലയാളിക്കും മലയാള ഭാഷയ്ക്കും മലയാള സിനിമ പ്രേമികൾക്കും ആ സിനിമ കുടുംബത്തിനുമെല്ലാം. അപ്പൊ അത് ആദ്യമേ തന്നെ ആ ഒരു സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയുടെ ചിത്രീകരണം ഇന്ന് തുടങ്ങുന്നത്. അപ്പോൾ ദൃശ്യം 1 എന്ന സിനിമ മലയാളത്തിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സിനിമകളെയും മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു അതിന്റെ ഒരു വിജയമുണ്ടായിരുന്നത്. അതിനുശേഷം മലയാളി മനസ്സിലെല്ലാം ജോർജ് കുട്ടി അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ സിനിമയെ രണ്ടാം ഭാഗത്തിനെയും അതുപോലെ തന്നെ എല്ലാവരും സ്വീകരിച്ചു. അതുപോലെ തന്നെയോ അതിനപ്പുറമോ സ്വീകരിക്കാനുള്ള എല്ലാ സാധ്യതകളുമുള്ള സിനിമയാണ് ദൃശ്യം 3 എന്ന് പറയുന്നത്. ഫാമിലി എന്നും ത്രില്ലർ എന്നും എല്ലാം തന്നെ നമ്മൾ സിനിമയെ വേർതിരിക്കാറുണ്ട്. പക്ഷെ ഇത് വരുമ്പോൾ പുതിയൊരു ശ്രേണി കൂടി വരിക, ഫാമിലി ത്രില്ലർ എന്ന രീതിയിലേക്ക് ദൃശ്യം എന്നത് വരികയും ചെയ്യുന്നു. ഇത്തവണയും സസ്പെൻസും കാര്യങ്ങളെല്ലാം ഒളിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? അതായത് എനിക്ക് അതിനകത്ത് ഒരുപാട് പറയണമെന്നുണ്ട്. പക്ഷെ അത് പറയാൻ പറ്റാത്തത് ജിത്തു അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ചില കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ എന്താ പറയാ, ജോർജ് കുട്ടി പറയുന്ന പോലെ തന്നെ അതിന്റെ രഹസ്യങ്ങൾ നമുക്ക് സിനിമ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും അറിയട്ടെ. ഇത്തരത്തിലുള്ള അന്യഭാഷാ ചിത്രങ്ങൾ, അന്യഭാഷകളിലേക്ക് പോയൊരു ചിത്രം വേറെ ഉണ്ടാവില്ല. ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. ഒരുപക്ഷെ ഇതും മറ്റ് ഭാഷാ സിനിമ പ്രവർത്തകർ തന്നെയായിരിക്കും ഇതും കൂടുതൽ ഉറ്റുനോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും മറ്റുള്ള എല്ലാ ലാംഗ്വേജുകളിലും നമ്മുടെ മലയാളത്തിൽ നിന്ന് ഇതുവരെ വരാത്തതുപോലെ എല്ലാ ഭാഷകളിലേക്കും റീമേക്ക് ചെയ്ത ഒരു ചിത്രമാണ് ദൃശ്യം. അത് ദൃശ്യം 1ഉം 2ഉം അതുപോലെ തന്നെ എല്ലാ ലാംഗ്വേജിലും എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ദൃശ്യം 3 എന്ന സിനിമ തുടങ്ങുന്ന സമയം, അതിനെക്കുറിച്ച് അനൗൺസ് ചെയ്ത സമയം മുതൽ മറ്റുള്ള ഭാഷകളിൽ ആൾക്കാർ ഉറ്റുനോക്കുന്നു. അത് വീണ്ടും ആ ലാംഗ്വേജുകളിലേക്ക് എടുക്കാൻ വേണ്ടി തയ്യാറാകുന്നു. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യമാണ്, ഏറ്റവും സന്തോഷം തരുന്നതാണ്. 3 എന്ന് പറയുമ്പോൾ അടുത്ത ആളുകളുടെ ഒരു ചോദ്യം 4 ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതായത് 4 ഉണ്ടാകില്ല എന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും അപ്പോൾ 4 ഉണ്ടാകാം എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എല്ലാ ആശംസകളും. സന്തോഷം. ഏതായാലും ദൃശ്യം അത് മലയാളികൾ അത്രമേൽ സ്നേഹത്തോടെ ചേർത്ത് വയ്ക്കുന്ന ഒരു കുടുംബവും കാര്യങ്ങളുമെല്ലാമാണ് ജോർജ് കുട്ടി കുടുംബവും എന്നെല്ലാം തന്നെ പറയുന്നത്. 3ാം പതിപ്പിന്റെ ചിത്രീകരണം ആരംഭിക്കുകയാണ്. തൊടുപുഴയിലും മറ്റിടങ്ങളിലുമായിട്ട് തന്നെ അതിന്റെ ചിത്രീകരണം തുടങ്ങുകയും ചെയ്യുന്നു. ഇന്ന് വലിയൊരു ക്രൂവിന്റെ സാന്നിധ്യത്തിൽ മോഹൻലാൽ ചിത്രത്തിന്റെ അതിന്റെ ഒരു പൂജാകർമ്മം അടക്കമുള്ള കാര്യങ്ങൾ തുടങ്ങി വെക്കുകയും ചെയ്യുന്നു. അടുത്ത വർഷം അത് റിലീസ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി.